പ്രേക്ഷകരെ സ്വാഗതം. നമ്മൾ ബോസ്ഫറസ് കടലിടുക്കിലൂടെ ഒരു ബോട്ട് യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. തുർക്കിയിലേക്ക് വരുന്നവരൊക്കെയും തങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെടുത്തുന്ന ആക്ടിവിറ്റികളിലൊന്നാണിത്. ശരിക്കും ഇസ്താംബൂളിൻ്റെ ചരിത്രത്തിലേക്കും ഈ ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ ഇന്നലകളിലേക്കുമുള്ള ഒരു സഞ്ചാരമാണ് ഈ ഒരു ബോസ്ഫറസ് യാത്ര. പഴമയും പുതുമയും കലഹിക്കുന്ന ഇസ്താംബൂളിൻ്റെ തീരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഏതായാലും യാത്ര പുറപ്പെടാം. അങ്ങനെ പാറിപ്പറക്കുന്ന തുർക്കി പതാകയെ സാക്ഷി നിർത്തി നമ്മൾ യൂറോപ്പിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്താംബൂളിൻ്റെ ചരിത്ര സ്മാരകങ്ങളൊക്കെയും നമുക്ക് ഈ കടൽ യാത്രയിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ചരിത്രമുള്ള സ്മാരക സൗധങ്ങൾ, വലിയ ആഢ്യത്വമുള്ള ഒട്ടോമൻ രാജകൊട്ടാരങ്ങൾ, അങ്ങനെ പഴമ നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു ടൂറിലൂടെ, അതേസമയം തന്നെ പുതിയ ഇസ്താംബൂളിൻ്റെ ജീവിത തുടിപ്പുകളും കണ്ടുകൊണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ ഭാഗത്തുള്ള ഇസ്താംബൂളിൻ്റെ ആഢ്യത്വം നിറഞ്ഞ രാജകീയ കാഴ്ചകളാണ്. ഇരു കരകളും, അതായത് ഇരു ഭൂഖണ്ഡങ്ങളും പരസ്പരം പല വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങളിലൂടെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ പോകുന്ന ബോട്ട് യാത്രയും ഇതും ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ മാർഗമാണ്. മറ്റൊന്ന് 3 വലിയ പാലങ്ങളിലൂടെ റോഡ് മാർഗത്തിലും, പിന്നെ ബോസ്ഫറസിനടിയിൽ കൂടെ മെട്രോ മുഖേനയും നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുള്ള ദോൾമ ബഹ്ചെ പാലസ്, അതായത് 1850-കൾ മുതലുള്ള ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം, അവരുടെ രാജകൊട്ടാരം, അതാണ് നമ്മളിപ്പോൾ ബോസ്ഫറസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ എപ്പിസോഡ് കാണാത്തവർ മറക്കാതെ കാണുക. നേരം സന്ധ്യയാവുകയാണ്. ഇസ്താംബൂളിൻ്റെ വൈകുന്നേര കാഴ്ച അതിമനോഹരമാണ്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളും താഴികക്കുടങ്ങളുമൊക്കെയുള്ള ബോസ്ഫറസിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇല്ലാതാവുന്ന തിരക്കേറിയ ജീവിത കാഴ്ചകൾ, പൈതൃകത്തിൻ്റെ, സംസ്കാരങ്ങളുടെ, ഇന്നലകളുടെ ഒരുപാട് മികവാർന്ന കഥകൾ നമുക്ക് ഓതിത്തരുന്ന വൈവിധ്യമാർന്ന മനുഷ്യനിർമ്മിതികൾ. അങ്ങനെ കാഴ്ചകളുടെ, അനുഭവങ്ങളുടെ, ആസ്വാദനങ്ങളുടെ ഒരുപാട് തീർത്താൽ തീരാത്ത ഒരു വസന്തകാലമാണ് ഇസ്താംബൂൾ എന്ന് പറയാം. ബോസ്ഫറസിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ട് കരുതപ്പെടുന്ന പാലങ്ങളിലൊന്ന് നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഏഷ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ് ഒരു ദൂരക്കാഴ്ചയായിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യൻ ഇസ്താംബൂളിൻ്റെ ഒരു ദൂരക്കാഴ്ചയാണിത്. ഇതുപോലെ നിങ്ങളുടെയൊക്കെയും ജീവിതയാത്രയും ആനന്ദകരവും സന്തോഷഭരിതവുമാവട്ടെ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.
sevdiğim bir gün daha olsaydı, ah uğruna vermez miyim? Eski bir yalandı o, aşk denilen masaldı. Hiç çıkmıyor aklımdan hiç Haziran akşamları.